എല്ലാ ആളുകളും അധ്വാനിക്കുന്നത് ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. കുടുംബം പോറ്റാനാണ്, മക്കളെ വളർത്താനാണ് എന്നൊക്കെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജോലി സ്ഥലത്തേക്ക് പോകുമ്പോഴും ഒരു ദിവസം പോലും കുടുംബത്തിൻ്റെ കൂടെ കഴിയാൻ മനസ്സ് കാണിക്കാത്ത ചില ഭർത്താക്കന്മാർ ഉണ്ട് എന്നതാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ സ്ത്രീ ആഗ്രഹിക്കുന്നത് എന്താണ്? തൻ്റെ വിഷയങ്ങൾ കേൾക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരു ഭർത്താവിനെയാണ് സ്ത്രീ ആഗ്രഹിക്കുന്നത്. തന്നെ കെയർ ചെയ്യുന്ന ഒരു ഭർത്താവ്, തൻ്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്ന ഭർത്താവ്, തന്നെ ഉൾക്കൊള്ളുന്ന ഭർത്താവ്, തൻ്റെ തല ചായ്ച്ചു വെക്കാൻ ഒരു തോൾ. ഇതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം ഒരു പുരുഷനിൽ നിന്നും പ്രധാനമായി ആഗ്രഹിക്കുന്നത്. വുമൺ ഇസ് ദ മോട്ടിവേറ്റ് ത്രൂ ഐ എന്നാണ്. സ്ത്രീ കേൾവിയിലൂടെ പ്രചോദിതയാവുന്നു എന്നാണ്. അതായത് ഒരു സമയത്ത് ഒരുമിച്ചിരുന്ന് കൂടുതൽ സംസാരിക്കുന്നത്, കൂടുതൽ അതിൻ്റെ വിശദാംശങ്ങൾ കേൾക്കുന്നത്, കാര്യങ്ങളുടെ സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരുപാട് നേരം സംസാരിക്കുന്നതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ പുരുഷന്റെ മനഃശാസ്ത്രത്തിൽ കാണാവുന്നത് വാക്കുകൾ ചുരുക്കുക എന്നാണ്. വാക്കുകൾ ചുരുക്കുന്നത് കൊണ്ട് സംസാരമില്ല, ഇവൾ അതിന് ദാഹിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവിടെ അസ്വസ്ഥത രൂപപ്പെടും. മാത്രമല്ല, ചിലപ്പോൾ പുരുഷന്റെ ഭാഗത്തുനിന്ന്, ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ചില കമൻറ്റുകൾ സ്ത്രീയെ മുറിവേൽപ്പിക്കപ്പെടാറുണ്ട്. വേണ്ടില്ലായിരുന്നു. ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം ചില പോരായ്മകൾ ഉണ്ടാകും. അവിടെ പ്രകൃതിപരമായിട്ടുള്ള പോരായ്മകൾ കണ്ടറിയണം. അതിനെ കൃത്യമായിട്ട് നന്മയാകുന്ന രീതിയിലേക്ക് ക്ഷമയോടുകൂടി വളർത്തിക്കൊണ്ടുവരാനും തൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടുവരാനുള്ള പക്വതയാണ് ഒരു ഭർത്താവിനെ സംബന്ധിച്ചോളം വേണ്ടത്. എന്തെങ്കിലും ഒരു പിഴവുണ്ടാകുമ്പോൾ സൗര്യക്കേടാണ്, വേണ്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശപിക്കുന്ന രീതിയിലാകുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ് ചെയ്യുക. മാത്രമല്ല, ഇനി എന്തെങ്കിലും കറിയോ ഫുഡോ കാര്യങ്ങളോ ഉണ്ടാക്കുമ്പോൾ അതിലെ നന്മകളൊന്നും കാണാതെ എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ മാത്രം. എന്താണ് കറിയിൽ കുറച്ച് ഉപ്പധികം, കുറച്ചുകൂടി ഉപ്പിട്ടിട്ടായിരുന്നോ, നിന്റെ വീട്ടുകാർക്ക് ഇട്ടതായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുക. മക്കളെ നോക്കുന്നിടത്ത് എന്തെങ്കിലും പിഴവ് വന്നാൽ അതിനെ കുറ്റപ്പെടുത്തുക. വീട്ടിലെ കൃത്യമായ സമയത്ത് ഫുഡ് എത്താത്തതിൻ്റെ പേരിൽ, നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഫുഡ് കിട്ടാത്തതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടാക്കുക. ഇതൊക്കെ ചെയ്ത് മാനസികമായി പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഇടപെടൽ സ്വാഭാവികമായിട്ടും സ്ത്രീയെ, പെണ്ണിനെ, ഭാര്യയെ തളർത്തുന്നതാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനോ കുടുംബകാര്യങ്ങളിൽ പ്രത്യേക പരിഗണന കൊടുക്കുവാനോ കഴിയാതെ വരികയും വീണ്ടും അത് സങ്കുചിതമായ ഒരു അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നതാണ്. ഇത്തരം സാഹചര്യത്തിൽ കൂടെ ഭർത്താവ് വീട്ടിലെ ജോലിക്ക് തയ്യാറാവണം, അടുക്കളയിലെ ഒരുമിച്ചിരിക്കാൻ തയ്യാറാവണം, ഒരുമിച്ച് സംസാരിക്കാൻ തയ്യാറാവണം. മാത്രമല്ല, അവർ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് ഉണ്ടാക്കിയെടുക്കണം. ഇങ്ങനത്തെ ചില ടിപ്സുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സന്തുഷ്ടമായ സ്ത്രീ ആഗ്രഹിക്കുന്ന ഒരു മനോതലത്തിലേക്ക് പുരുഷൻ ഉയരാൻ കഴിയും, കുടുംബജീവിതം സന്തോഷമാക്കാൻ കഴിയും. അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥ, സാഹചര്യം ഫാമിലി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നന്ദി.